ഗുമസ്തൻ കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമയായിരുന്നു. എനിക്ക് ആ സമയത്ത് കാണാൻ പറ്റിയില്ല. ഇന്നലെയാണ് സിനിമ കണ്ടത്. 27-ാം തീയതി ആയിരുന്നു ഗുമസ്തൻ ഇറങ്ങിയത്. അന്ന് തന്നെയായിരുന്നു നമ്മുടെ ദേവര, NTRന്റെ ദേവര ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കയറി കണ്ടു. പക്ഷെ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല, വീഡിയോ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ദേവര പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു സിനിമയായിരുന്നു ദേവര. പിന്നെ എനിക്ക് വേറെയും കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ പിന്നെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. പിന്നെ ആ സമയത്ത് വേറെ പടവും കണ്ടില്ല. പിന്നെ ഇന്നലെയാണ് ഗുമസ്തൻ കണ്ടത്. ഗുമസ്തനെ ഞാൻ FB-ലൊക്കെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ കുറേയൊക്കെ പെയ്ഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഈ സിനിമ അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇന്നലെ മൊത്തത്തിൽ ഫ്രീ ആയപ്പോൾ ഞാനൊന്ന് പോയതായിരുന്നു. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ PVR ഐനോക്സ് ഗ്രൂപ്പുകൾക്കൊരു പ്രത്യേക നന്ദി ഞാൻ പറയണം. കാരണം ഞാൻ മനസ്സിൽ പലപ്പോഴും തെറിയും ചീത്തയും പറഞ്ഞിട്ടുണ്ട് ഇവരെ ഈ ഐനോക്സ് PVRനൊക്കെ. കാരണം ഇവർ സിനിമ പറഞ്ഞ സമയത്തിന് തുടങ്ങാണ്ട് ലേറ്റ് ആയിട്ട് തുടങ്ങും. അപ്പോൾ പ്രത്യേകിച്ച് മോർണിംഗ് ഷോ കുഴപ്പമില്ല, ഉച്ച തൊട്ടുള്ള ഷോസാണ് അങ്ങനെ ഇവരിടാറ്, പ്രത്യേകിച്ച് നൈറ്റ് ഷോസൊക്കെ. അപ്പോൾ ഇവർ പറഞ്ഞ സമയത്തിനെക്കാട്ടും 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാവും ഇവർ സിനിമ ഇടുക. അപ്പം നമ്മൾ ഇതിനെ പറ്റി ആദ്യം അന്വേഷിച്ചപ്പോൾ ഇവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ട് സിനിമ തുടങ്ങുള്ളൂ, ബുക്ക് ചെയ്ത എല്ലാവരും വന്ന് സീറ്റ് ഫില്ലായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ സിനിമ തുടങ്ങുള്ളൂ എന്നുള്ളൊരു കാരണമാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പം എനിക്കതൊരു അന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതിൻ്റെ ആവശ്യം എന്താ, പറഞ്ഞ സമയത്ത് സിനിമ തുടങ്ങണം, എത്തേണ്ടവരെ എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ അതെന്തായിരുന്നു ശരിക്കും ആ ഒരു അനുഭവം എനിക്ക് ഇന്നലെയാണ് മനസ്സിലായി. കാരണം ഇന്നലെ തൃശ്ശൂർ ശോഭാ സിനിമകളിൽ 7:25 ഷോയ്ക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ 7 മണി 7:05 ഞാൻ തിയേറ്ററിൽ എത്തിയതാണ്. പക്ഷെ ഞാൻ വണ്ടിയൊക്കെ വെച്ച് വണ്ടി വെക്കാൻ തന്നെ ഒരു പൂരത്തിൻ്റെ തിരക്കായിരുന്നു, ബൈക്ക് ഒക്കെ കയറ്റാൻ തന്നെ. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി വെച്ച് മുകളിലെത്തി ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യൂ. ഇത് പോരാനുണ്ട് ഒരു വിധത്തിൽ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമ്മുടെ ഐനോക്സിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് ഒരു നീണ്ട ക്യൂ ആയിരുന്നു. അവയ്ക്ക് മനസ്സിലായി എന്തായാലും സമയത്ത് കയറാൻ പറ്റില്ല. കാരണം അവിടെ വേറെ സിനിമകൾ കളിക്കുന്നുണ്ട്, ARM, കിഷ്കിന്താന്തം, ഈ എല്ലാ സിനിമയും ഫുള്ളാണ്. ഇതടക്കം ഗുമസ്തൻ അടക്കം ഇന്നലെ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇക്കണ്ട ഷോക്ക് കയറുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരിവരായിട്ട് നിന്നിട്ട് ഒരു വലിയൊരു ക്യൂ ആണ്. അതും പതുക്കെയാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ സിനിമ തുടങ്ങേണ്ട സമയം 7:25 ആയിട്ടുണ്ടായിരുന്നു. ഇവർ വന്നിട്ട് പിന്നെ ശരിക്കും ഞാൻ പേടിച്ചോ, അയ്യോ സിനിമ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോൾ 7:45. പക്ഷെ ഞാൻ കയറുമ്പോഴും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് തിയേറ്ററിൻ്റെ അകത്ത് കയറിയത് ഞാനാണ്, ഏറ്റവും ലാസ്റ്റ് കയറിയത്. എനിക്ക് ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടി, ഷോ ഫുള്ളായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉള്ളിൽ കയറി എൻ്റെ സീറ്റിൽ പോയിരുന്നു. ഞാൻ കയറി കറക്റ്റ് ഫിലിം സർട്ടിഫിക്കറ്റ് വന്ന്. അത് എനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നി. കാരണം എല്ലാവരും കയറിയതിന് ശേഷം സിനിമ ഇട്ടത്. ഞാൻ മുൻപ് ഒരുപാട് ശപിച്ചിട്ടുള്ള കേസത്, ഐനോക്സും PVR ലേറ്റായി സിനിമയുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഇന്നലെ ഉണ്ടായി. അപ്പോൾ അവരോടൊരു താങ്ക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ആരംഭിക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഗുമസ്തൻ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ, നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല, വെറുതെ കയറിയതാ. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെ ഫ്രീ ആയതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വെറുതെ പോയതാ. പക്ഷെ എനിക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. അമൽ K. ജോബിയാണ് സിനിമ സംവിധാനിച്ച, അതെന്ന് തോന്നുന്നു പേര് അമൽ K. ജോബി. അതെ, പുള്ളിയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പുള്ളി ഇതിന് മുമ്പ് വേറെ പടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പുതിയ സംവിധായകനാണെന്ന് തോന്നുന്നു, അറിയില്ല. മുൻപ് പടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളിയുടെ മേക്കിംഗ് ഒരു രക്ഷയില്ല. സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരാൾ ജെയ്സ് ജോസ്. മനസ്സിലായിണ്ടാവില്ല നിങ്ങൾക്ക് ആളാരാന്ന്, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ആ പുള്ളീനെ കണ്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ആളാരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ആളുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ പുള്ളി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, ഇഷ്ടം പോലെ സിനിമകളിൽ പുള്ളി മുഖം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ ഞാൻ ഇതിന് മുൻപേ പുള്ളി എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ. കാരണം നല്ല ഒരു നടനാന്ന് എനിക്ക് ആളുടെ ഒരു ഫേസ് നിന്ന് ആളുടെ ഒരു ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പുള്ളിക്ക് കിട്ടണതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ആ പുള്ളിക്ക് കിട്ടാറ്. പക്ഷെ ഇതിൽ പുള്ളിക്ക് കിട്ടിയ ഒരു റോള് പൊളി ചേട്ടാ പൊളി. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ പൊളിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ എന്ത് രസമായിട്ട് നിങ്ങൾ ആ ക്യാരക്ടർ ചെയ്തിരിക്കണം. ഗുമസ്തൻ്റെ ആ ഒരു ക്യാരക്ടർ ഒന്നും പറയല്ലേ, നെഞ്ചും വിരിച്ച് സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു ഡിപ്പുണ്ടല്ലോ, അടിപൊളി. ഇനിയും ഒരുപാട് നല്ല റോളുകൾ ചേട്ടന് കിട്ടട്ടെ. ചേട്ടാ പൊരിച്ചുകൂട്ടാ, തകർത്തുണ്ട് ചേട്ടൻ, ആള് നൈസായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ സ്റ്റോറി ആയാലും 2.5 മണിക്കൂറിൻ്റെ സിനിമ ആ ഒരു ഒഴുക്കിലങ്ങോട്ട് സിനിമ പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റോ കാര്യങ്ങളോ വരുന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്ര വലിയ ട്വിസ്റ്റാണ്, നമ്മളത് ഭീതിപ്പെടും അങ്ങനത്തെ സംഭവം ഒന്നല്ല. പക്ഷെ നമ്മളത് പിടിച്ചിരുത്തും. സിനിമ നല്ല രീതിയിൽ പിടിച്ചിരുത്തി കൊണ്ടുപോയൊരു സിനിമ അതായിരുന്നു ഗുമസ്തൻ. പ്രത്യേകിച്ച് സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ്, ഈ ഗുമസ്തൻ എന്നുള്ള ടൈറ്റിൽ വരുന്നതിന് മുമ്പുള്ള ഒരു 10 മിനിറ്റ് സീൻ ഉണ്ട്,
അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് ആ ടൈറ്റിൽ പറഞ്ഞ ഒരു രംഗമുണ്ട്, അവിടെ 2 ഡയലോഗ് അതിനുശേഷം പറഞ്ഞ ടൈറ്റിൽ, അത് അടിപൊളിയായിരുന്നു. എനിക്ക് തിയേറ്ററിൽ നല്ല ഗൈഡായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു ഷോ ഫുള്ളായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഷോ ഫുള്ളാവുന്നു. കാരണം വേറെയും പടങ്ങൾ കത്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഇന്നലെ ഷോ ഫുള്ളായി. അപ്പോൾ ടൈറ്റിലൊക്കെ വന്നപ്പോൾ നല്ല ഗൈഡായിരുന്നു. ആൾക്കാരുടെ ഭാഗത്ത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പെർഫോമൻസ് ജെയ്സ് ജോസ്, ആ ചേട്ടൻ തന്നെയായിരുന്നു മുന്നിൽ നിന്നുണ്ടായിരുന്നത്. പുള്ളി ഇതിനു മുമ്പ് കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു. പക്ഷേ ആൾക്ക് ആദ്യമായിട്ടൊരു ഇത്രയും നല്ലൊരു റോള്, മുഴുനീള റോള്, അതും ഒരു നായകൻ ക്യാരക്ടർ പോലെ പുള്ളിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അത് പുള്ളി നന്നായി തന്നെ പുള്ളി ചെയ്തു. മൊത്തത്തിലൊരു ഡീസൻറ്റ് ത്രില്ലറായിരുന്നു പടം. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലറാണ്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ പറയണു, ഇത് OTT റിലീസിന് ശേഷം നല്ല രീതിയിൽ പ്രശംസ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഗുമസ്താൻ. OTTക്ക് ശേഷം നല്ല രീതിയിൽ ഒരു ഇത് ഈ സിനിമയ്ക്ക് കിട്ടട്ടെ. അതിന് മുൻപ് OTTക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്ക്. മിസ്സാക്കണ്ട, സാധിക്കുന്നവരൊന്ന് പോയി കണ്ടു നോക്ക്. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ തന്നെയാണ് ഗുമസ്താൻ.